ഹലോ ഹലോ വിവോൺ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ള ആളുകൾ നമുക്ക് നോളജുകൾ ഷെയർ ചെയ്ത് തരുന്നു. അതേപോലെ തന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആ ഒരു വിജ്ഞാനത്തിന് തീർച്ചയായിട്ടും മോഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു സമയത്ത് അഭിനന്ദിക്കുകയാണ്. കാരണം ഇനിയുള്ള കാലത്ത് നമ്മളുടെ അറിവുകളെ നവീകരിക്കാതെ നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആകാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എപ്പോഴും നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ നോളജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും നമ്മൾ ഒരു വ്യത്യസ്തനായിട്ടുള്ള ആളുകളായിട്ട് നമ്മളിൽ നിന്നൊരു വ്യത്യസ്തത തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മുടെ ചുറ്റുപാടും നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന, നമ്മളെപ്പോലെ ഇടപെടുന്ന, നമ്മളെപ്പോലെ സർവീസുകൾ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റണം. നമ്മളിൽ നിന്ന്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന്, നമ്മുടെ സർവീസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തത പുലർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ. സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവുണ്ടോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഇല്ല, സൗണ്ട് ഉണ്ട് സാർ. സൗണ്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായിട്ട് നമുക്ക് നിർവഹിക്കാനും ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും മാത്രം എത്തിച്ചാൽ പോരാ, നമുക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതിന് നമ്മൾ എന്ന ഒരാളെ നമുക്ക് ഒന്ന് ശരിപ്പെടുത്താനുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുതിയ അറിവുകളും പുതിയ ഇനീഷ്യേറ്റീവുകളും പുതിയ കണക്ഷൻസുകളും തീർച്ചയായിട്ടും അതിലേക്ക് ഉപകരിക്കും. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ സമാരംഭം കുറിക്കുകയാണ്. ഇന്നത്തെ സെഷൻ പൊസസീവ്നെസ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു വിഷയമാണ്. അതിനെ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള വിംബിൾ അക്കാദമി ഫാക്കൽറ്റി ആയിട്ടുള്ള മുഹമ്മദ് റാഫി സാറാണ്. ഇനിയഗ്രാം ട്രെയിനർ, കൗൺസിലർ തുടങ്ങിയ മേഖലകളിൽ സാറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിംബിൾ അക്കാദമിയിലെ ഇനിയഗ്രാം എന്നുള്ള കോഴ്സിന് സാറ് നേതൃത്വം വഹിച്ചു വരുന്നു. അതേപോലെ തന്നെ നേരത്തെ വിംബിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള സൗജന്യ വെബിനാറുകൾക്ക് സാറ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫൈസൽ സാർ. ഓക്കെ, എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? ആരെങ്കിലും ആൻസർ ചെയ്യോ? സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമ്മൾ ഒരുപാട് വെബിനാറുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പല ആളുകൾ പല തരത്തിൽ അവരുടേതായിട്ടുള്ള വേർഷനിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. എന്താണ് പൊസസീവ്നെസ്? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ. ആൻഡ് എനിക്ക് വൺ മോർ തിങ്, നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ് ശ്രവിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കാൻ പറ്റുന്ന ആളുകൾ, ലൈക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നിലും എൻഗേജർ ഇതായി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുക. അത് നമ്മുടെ ക്ലാസ്സിനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു വെബിനാറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കൺഫ്യൂഷൻസോ തോന്നുകയാണെങ്കിൽ ചോദിക്കണം. അത് ചോദിക്കാനുള്ള സ്പേസ് നമ്മൾ തരുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴും അത് ചോദിക്കാം. ഓക്കെ. നമ്മൾ ആ ഒരു കൺഫ്യൂഷനുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. ചെറിയൊരു വേർഡാണെങ്കിലും പക്ഷേ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശയമാണ്. നമ്മളുടെ മിക്ക റിലേഷൻഷിപ്പിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ. ഞാൻ പോസിറ്റീവ്നെസ് എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാള വാക്യം എന്ന് പറയുന്നത് അടിമത്ത ഭാവം എന്നാണ്. ഓക്കെ. നമുക്ക് ഒരു കാര്യത്തെ എന്ത് ചെയ്യാം? ഇഷ്ടപ്പെടാം. ഓക്കെ. അത് നമ്മളുടേതാക്കാം.
ഓക്കെ. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ നമ്മളുടേത് മാത്രമാകണം എന്നുള്ളൊരു ചിന്ത വരുന്നതും, അതുപോലെ തന്നെ ഇതിന് ഡീറ്റെയിൽ ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സമയം, ശ്രദ്ധ, അതുപോലെ തന്നെ അനുഭവങ്ങള്, പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിയന്ത്രണം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് വരുന്ന സമയത്താണ് അതൊരു പൊസസീവ്നെസ് ആവുള്ളൂ. ഓക്കെ. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ചില ആളുകളിൽ നാച്ചുറലി ഉണ്ടാവാറുണ്ട്. ചില ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കൂടെ അവരെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് സങ്കടം വരും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഫീലിങ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്സ് ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവും. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതെന്റെ കൂടെ കാണോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാണണം, ഇങ്ങനെ അവരുടെ സറൗണ്ട്സിലുള്ള പല കാര്യങ്ങൾ അതിനെ അവരെ സ്വാധീനിക്കും. അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാന് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പൊസസീവ്നെസിന്റെ ടൈപ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് ഞാനൊരു 3 ടൈപ്സ് ഓഫ് പൊസസീവ്നെസ് ഇത് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. ഒന്ന് ഇമോഷണൽ പൊസസീവ്നെസ് എന്നുള്ളതാണ്. ഒന്നാമത്തത് ഇമോഷണൽ ആയിട്ടുള്ള പൊസസീവ്നെസ്. ഇവിടെയാണ് നമുക്ക് ഒരാൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകുക. അതുപോലെ തന്നെ ഒരു ജലസി തോന്നുക, ഒരുതരം ആങ്സൈറ്റി, ഒരു കാര്യം അത് എന്താണെന്നുണ്ടെങ്കിലും അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിലടക്കം നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിട്ട് അവരെ നമ്മളെ വിളിച്ചിട്ടില്ല, കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. മിക്കപ്പോഴും പാരന്റ്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ഒരു പൊസസീവ്നെസ് കാണാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു പാരന്റിന് തന്റെ കുട്ടിയോട് ഭയങ്കരമായ സ്നേഹമായിരിക്കും. മെയിൻലി ഒരു അമ്മയെ എടുത്ത് നോക്കാം. അമ്മയെ എടുത്ത് നോക്കുമ്പോൾ അമ്മക്കായിരിക്കും കുറച്ചും കൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. മിക്കപ്പോഴും അച്ഛന്മാർ കുറച്ചും കൂടെ പ്രകടിപ്പിക്കുന്നതിൽ കുറച്ചും കൂടെ കുറവാണ്. പക്ഷെ അമ്മമാരാണ് കുറച്ചും കൂടെ പ്രകടിപ്പിക്കുന്നത്. ഈ സമയത്ത് കുട്ടിയുടെ തന്നെക്കാളും കൂടുതൽ പരിഗണന മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കാണുന്ന സമയത്ത് അവർക്കൊരു ജലസി ഉണ്ടാവും. ഒരു തരം അസൂയയാണത്. അതുപോലെ തന്നെ അവർക്ക് തന്നിൽ നിന്നും ആ കുട്ടി അകന്നു പോകുന്നുണ്ടോ എന്നുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു പോസസീവ്നെസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ തമാശ രൂപേണ പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനും എനിക്ക് 2 സിസ്റ്റേഴ്സ് ആണ്. നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള കോൺവെർസേഷൻ വരുമ്പോൾ എൻ്റെ ഉമ്മ, ഓക്കെ, ഉമ്മ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എവിടെയാണ് എവിടെ പോകുന്നു, നമ്മളിപ്പോ തൊട്ടടുത്തുള്ള ടൗണിൽ പോവാണെങ്കിൽ പോലും എവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ മറ്റേ ഈ വാക്കി ടോക്കി ഇല്ലേ, അതായത് നമ്മൾ ഈ പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്ന ഓവർ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഓക്കെ, അടുത്ത് നമ്മൾ ഇവിടത്തേക്ക് പോവാണ്, ചായക്കടയിൽ കയറി ഓവർ, ഇത് നമുക്ക് വാങ്ങിക്കൊടുത്താലോ എന്നൊക്കെ നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്. കാരണം അത് എന്ന് വെച്ചാൽ ഫുൾ ടൈം അപ്ഡേറ്റ് അറിയാലോ. അങ്ങനെ ഒരു സ്പീക്കർ അവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യട്ടെ, ഫുൾ ടൈം അപ്ഡേറ്റ് അറിയട്ടെ, എന്നാ ഒന്ന് സമാധാനമാകുമല്ലോ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതാവുമ്പോഴേ നമുക്കതിന്റെ വേദന മനസ്സിലാവുന്നുള്ളതൊക്കെ റിയാലിറ്റിയാണ്, തമാശ രൂപേണ പറയുന്നതാ. ഇങ്ങനെ പലതരത്തിലും ഈ പൊസസീവ്നെസ്സിനെ കുറിച്ചുള്ള കുറച്ച് റിസർച്ചുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അതിനു മുമ്പായിട്ട് ഈ ഇമോഷണൽ പൊസസീവ്നെസ് എന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. രണ്ടാമത്തത് മെറ്റീരിയൽ പൊസസീവ്നെസ്, അതായത് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ ചുറ്റുപാടുകളെ എന്ത് ചെയ്യുക, അധീനപ്പെടുത്തുക. ഒരാളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനെ ചെക്ക് ചെയ്യുന്നത് പോലെ, അവർ സേഫ് ആണോ, അവരുടെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആണോ, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് റെഡി ആയിട്ടുള്ള വ്യക്തികളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അതെപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു ഉറപ്പ് വരുത്താൻ ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി സമ്മതിക്കാത്ത ആവശ്യം അവർക്ക് പിന്നെയും ടെൻഷൻ കൂടും. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചാൽ എന്താ കുഴപ്പം, നിങ്ങളുടെ ഭാര്യയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. ഇതേപോലെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക, ആ ഒരു മെറ്റീരിയൽ പൊസസീവ്നെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക, അധീനപ്പെടുത്തുക, അല്ലെങ്കിൽ അതിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവുക. അതിപ്പോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡഡ് പണം മുടക്കി, ഈ പണമൊക്കെ എവിടെ ചെലവാക്കുന്നു, നിങ്ങൾക്ക് ഇത്ര സാലറി കിട്ടുന്നല്ലേ, നിങ്ങൾ ഇതൊക്കെ എവിടെയാ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില ഭാര്യമാരുണ്ട്. അപ്പോ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പൊസസീവ്നെസ് ആണ് രണ്ടാമത്തത് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് ബിഹേവിയറൽ പൊസസീവ്നെസ്. ഇതാണ് കുറച്ചും കൂടെ എന്താ പറയാ, ഒരു പക്കാ പൊസസീവ്നെസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതായത് നമുക്ക് എന്താ പറയാ, പങ്കാളിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ഇപ്പൊ സുഹൃത്തുക്കള്, സാമൂഹികം, അവർ ചെയ്യുന്ന ഇമോഷൻസ്, ആരെ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുക, അധീനതകൾ വരുത്തുക, ലിമിറ്റേഷൻസ് വെക്കുക. അതുപോലെ തന്നെ ഈ തരത്തിൽ എപ്പോഴും എന്നെ മാത്രം കണക്ട് ചെയ്യണം, എൻ്റെത് മാത്രമാകണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരുന്ന അവസ്ഥയാണ് നമുക്കൊരു ബിഹേവിയർ പൊസസീവ്നെസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് പഠനങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ പൊസസീവ്നെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു ഹൈ വേർഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു വേർഷൻ. ഒരാള് അമിതമായിട്ടുള്ള ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയില്ലേ സ്നേഹം കൊണ്ട് പൊറുതിമുട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ അമിതമായിട്ട് കൊടുക്കുന്ന ഒരു സ്നേഹം. ഓക്കെ. ഇങ്ങനെ ഒരു സ്നേഹമാണ് പോസസീവ്നെസ് എന്നുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊസസീവ്നെസ് ആഗ്രഹിക്കുന്നു. ഈ പൊസസീവ്നെസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഹൈ വേർഷൻ പൊസസീവ്നെസ് അല്ല, നോർമലി തന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും തന്റെ കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് വെക്കുന്നതും തന്നെ എപ്പോഴും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പഠനം. അതായത് ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു പാർട്ട്ണറെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആണ് എന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഭാര്യ ഭർത്ത ബന്ധം എടുക്കാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവൾ എന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണെന്ന് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തന്റേതെന്നുള്ള ഒരു ഭാവം വരുന്നുണ്ട്. അപ്പൊ ഇത് തനിക്ക് എന്താ പറയാ തന്റെ പാർട്ട്ണർ ആണ് എന്നതിലുപരി അത് പൂർണ്ണമായും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയിൽ മുഴുവനായിട്ടും എന്റെ മാത്രം സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്നത് പോസിറ്റീവ്നെസ് എന്ന് പറയാം. അപ്പൊ ഇത് ചില ആളുകൾ ഇതാണ് സ്നേഹം എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് അയാളുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്, അയാളുടെ ഫ്രീഡംസും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവരിലും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള അമിതമായ പോസിറ്റീവ്നെസ് കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നീ എന്നെ അങ്ങനെ കാണുന്നില്ല, നീ എന്നെ ഇങ്ങനെ കാണുന്നില്ല, ഞാൻ നിന്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങും. കാരണം അതിനെ സംബന്ധിച്ച് അവരുടെ സ്നേഹമാണ്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്ക് ഇങ്ങനെയാണ്. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം. കാരണം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ചും കൂടെ അത് കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ഏകദേശം ഒരു 30-40 എബോവ് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതായത് പണ്ട് കാലങ്ങളിൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നു ആളുകൾ എന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയെ ഭരിക്കുക, അതുപോലെ തന്നെ ഭാര്യയെ ഭരിച്ചു നിർത്തുന്ന, അടക്കി നിർത്തുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭർത്താവ്. അല്ലാതെ ഭാര്യയ്ക്ക് എല്ലാ ഫ്രീഡവും കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു ഭർത്താവല്ല. നീയൊക്കെ ഒരു ആണാണോ എന്ന് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ പണ്ടുണ്ടായിരുന്നു. അതായത് ഒരു ആണെന്ന് പറയുന്ന സമയത്ത് ഇവിടെ വാ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വരണം. ഓക്കെ. അങ്ങോട്ട് പോകുന്ന പറയുന്ന സമയത്ത് അങ്ങോട്ട് പോകണം. എന്ത് ചോദിച്ചാലും അവിടെ സ്പോട്ടിൽ കിട്ടണം. ഈ രീതിയിൽ ഒരു അധികാരി അധികാരിയാണെന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു തെറ്റിദ്ധാരണ പൊതുവെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, സ്ത്രീകൾ കുറച്ചും കൂടെ പഠിക്കാൻ തുടങ്ങി. സ്ത്രീകളെ സംബന്ധിച്ച് അവർ രംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി, അവർക്ക് അവരെ കുറിച്ച് അവർ ചിന്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയ സമയത്ത് കുറെയൊക്കെ ആളുകൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ ആളുകളൊക്കെ കുറച്ച് പത്തി താഴ്ത്താൻ തുടങ്ങി. എന്നാലും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ ചില സമയങ്ങളിൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എന്ത് ചെയ്യും, അവരുടെ ഉള്ളില് പോസസീവ്നെസ് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യില്ല, എക്സ്പ്രസ് ചെയ്യില്ല. കാരണം തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങളുടെ റിലേഷൻഷിപ്പ്, ഒന്ന് സ്ട്രോങ് ആയിട്ടേ എനിക്കിതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അവർ ആദ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കും. അപ്പൊ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ ഇവർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല പാർട്ട്ണറാണ്, എന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരവരുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള പോസസീവ്നെസ് എന്ത് ചെയ്യുക, പുറത്തേക്ക് കാണാൻ പറ്റുക. ഇതുപോലെ ഒരുപാട് റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോസസീവ്നെസ് ഉണ്ടാകാറുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഈ പുരുഷനിലും സ്ത്രീകളിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഈ പോസസീവ്നെസ് എന്ന് പറയുന്നത് പുരുഷനിലും സ്ത്രീകളിലും വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഒരു കാര്യം, അതായത് പോസസീവ്നെസ് എന്ന് പറയുന്നത് ചില ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ നടക്കുന്നുണ്ട്. ഇതാണ് പോസസീവ്നെസ്, ഇങ്ങനെയാണ് പോസസീവ്നെസ്, അതായത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എന്റെ കൺട്രോളിൽ കൊണ്ട്, നമ്മളിപ്പോ ഒരു വാങ്ങാനൊക്കെ വാങ്ങത്തില്ലേ, നമ്മളിപ്പോ ഒരു മനുഷ്യനെ അതുപോലെ വാങ്ങുക എന്നുള്ള കൺസെപ്റ്റിലാണ്. അതായത് നമ്മളിപ്പോ ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതെന്റേതാണ്, ഈ വാഹനം എന്റേതാണ്, എന്റെ അനുവാദമില്ലാതെ ആ വണ്ടി എന്തില്ല
സ്റ്റാർട്ട് ആവത്തില്ല. ഞാൻ കീ ഇട്ട് തിരിച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് അത് കൊണ്ടുപോകണം. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു വാഹനം എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റൊരാൾക്ക് ഓടിക്കാൻ കഴിയില്ല. ബിക്കോസ് എൻ്റെ കയ്യിലാണ് കീ ഉള്ളത്. ഇതുപോലെ നമ്മൾ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനെ നമുക്കൊരു പൊസസീവ്നെസ് എന്ന് വിളിക്കാം. ഈ പൊസസീവ്നെസ് തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ട് രീതിയിലാണ് ഇത് കാണുന്നത്. ഓക്കെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാര്യം പറഞ്ഞുതരാം. പുരുഷന്മാർക്ക് സെക്ഷൽ ആയിട്ടുള്ള ജലസി അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള ജലസീസും അതുപോലെ തന്നെ കൺട്രോളിങ്ങും വളരെ കൂടുതലാണ്, തിങ്കിങ്ങും. ഇതിപ്പോ ഭാര്യ ആരെങ്കിലും നോക്കുന്നുണ്ടോ, അവരെ ആരെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കും പുരുഷന്മാരിൽ കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ബിഹേവിയർ കൺട്രോളിങ്, അതായത് അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊസസീവ്നെസ്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള ഒരു ജലസി ഉണ്ടാവുക. അതിപ്പോ എന്താ പറയുക, ചില സമയങ്ങളിൽ മറ്റൊരാൾ തന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളതോ തന്റെ പാർട്ട്ണറെ വേറൊരാൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കാം ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, പുരുഷന്മാരിൽ കൂടുതൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ബിഹേവിയറൽ കൺട്രോളിങ്ങും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക. അയാൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഭർത്താവാണ് അല്ലെങ്കിൽ താൻ എന്താ പറയുക, താൻ ഒരു ഉടമയാണ് എന്നുള്ള ലെവലിലേക്ക് അവർ ചിന്തിക്കുക. ഈ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, പൊസസീവ്നെസ് പുരുഷന്മാരിൽ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറില്ല. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു പൊസസീവ്നെസ് ഉള്ള ഒരു ഹസ്ബൻഡ് ആണ്. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എവിടെ പോയാലും സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അവൾ എപ്പോഴും എന്താ പറയാ, അവളുടെ മൊബൈൽ ഫോൺ അവർക്കൊരു പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരാളുടെ പ്രൈവസിക്ക് വളരെയധികം വാല്യൂ ഉണ്ട് അല്ലെ. ഒരാളുടെ പ്രൈവസി, ചിലപ്പോൾ ചില ആളുകളുടെ പ്രൈവസി എന്ന് കരുതുന്ന ഒരു കാര്യമായിരിക്കും മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണ് മറ്റൊരാൾ നോക്കുന്നതിൽ ചില ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല, ചില ആളുകൾക്ക് അത് കുഴപ്പമുണ്ടാവും. കാരണം എല്ലാവരും ഈക്വൽ അല്ല, എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരേ ത്രാസിലിട്ട് തൂക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും സ്വഭാവങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുതരം എന്താ പറയാ, ഒരു ടോക്സിക് ആയിട്ട് തോന്നും. അവര് ഇതിനെ എന്ത് ചെയ്യും, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ നേരെ മറിച്ചിട്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഞാൻ ആ ഒരു ഇവിടെയൊക്കെ പരിചയത്തിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരെ ടോട്ടലി കൺട്രോൾ ചെയ്യുക. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകളെ നീ പഠിക്കണ്ട, നീ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണ്ട. അതേപോലെ തന്നെ അവരുടെ ടോട്ടലി അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പാർട്ട്നേഴ്സിനെ നമുക്ക് പേഴ്സണൽ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് സിനിമകളിലൊക്കെ ഇത്തരത്തില് ഭാര്യയെ കംപ്ലീറ്റ്ലി, ഈ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, ജയറാം അഭിനയിച്ച. അപ്പൊ അതിൽ കണ്ടിട്ടില്ലേ, ഭാര്യനെ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് അടക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു ഭർത്താവ്. അങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരുണ്ടാവും. ചില ആളുകളുടെ ഒരു നാച്ചർ അങ്ങനെയായിരിക്കും. ചില ആളുകൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കൺട്രോളിങ്ങിലൂടെ ആയിരിക്കും. അതായത് അവർ കൺട്രോൾ ചെയ്യുന്നതും അവര് എന്താ പറയാ, എപ്പോഴും നിങ്ങളെ ചെക്ക് ചെയ്യുന്നതും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നതും നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാ. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനത്തെ സ്നേഹം വേണ്ടെന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡിവോഴ്സും വാങ്ങിയിട്ട് ഒഴിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ജലസിയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു തരം അസൂയ തോന്നുക. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് അവർ എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈം, അറ്റൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത്, അതെവിടെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ ഇമോഷണൽ ആകുക, പെട്ടെന്ന് സങ്കടം വരിക, എന്നെ ചതിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത ഉണ്ടാകുക. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഇന്റിമസി അത് കുറവാണെന്നുള്ളത് എന്ത് ചെയ്യുക, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ തീരെ കണക്ട് ചെയ്യുന്നില്ല, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, എന്നെ ഇപ്പൊ വേണ്ട തോന്നുന്നു. ഇത്തരത്തില് ഇമോഷണൽ ആയിട്ട് അത് അവരെ ഇമോഷണൽ ആയിട്ടാണ് ബാധിക്കുക. ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യാറുള്ളത്, റിലേഷൻഷിപ്പിൽ പൊതുവെ കാണിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള പൊസസീവ്നെസ്സിനെ വേർതിരിച്ച് കാണാൻ കഴിയും. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് പൊസസീവ്നെസ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പാർട്ടിലേക്ക് വരാം. അതായത് എന്തുകൊണ്ടാണ് പൊസസീവ്നെസ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ പൊസസീവ്നെസ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ കാരണങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുന്നു, ദർ ഈസ് ആൻസർ. അതായത് അങ്ങനത്തെ ഒരു ചിന്ത എവിടെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടുക.
ഓക്കെ. ദെൻ എനിക്ക് ജസ്റ്റ് നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ജസ്റ്റ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഈ പോസിറ്റീവ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ചുറ്റുപാടിൽ കണ്ട എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ള, ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്നിരുന്നാലും നിങ്ങളുടെ ചുറ്റുപാടിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളതോ എന്തും പറയാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ അഭിപ്രായം പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കാണ് പറയാൻ പറ്റാം? ആർക്കും പറയാട്ടോ. നിങ്ങളുടെ സറൗണ്ട്സിൽ ഇത്തരത്തിലുള്ള ഒരു പൊസസീവ്നെസ് നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നത് ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ എവറിത്തിങ് ഹസ്ബൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഇൻഡിവിജ്വലി ഒന്നും ഉള്ളൊരു ഒരു സ്വാതന്ത്ര്യമില്ല. എന്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്ത് ചെയ്യണമെങ്കിലും, ഇപ്പൊ എന്ത് വാങ്ങണമെങ്കിലോ ഡ്രസ്സ് ചെയ്യണമെങ്കിലോ എവിടെങ്കിലും പോകണമെങ്കിലോ അയാൾ അക്കമ്പനി ചെയ്യണം. അല്ലാതെ പോയില്ല അവരെ ആ രീതിയിൽ കല്യാണം കഴിഞ്ഞോട്ടെ ഞാൻ അങ്ങനെ പിടിച്ചെന്ന് പറയുന്നു. തുടക്കത്തിലേ ഞാൻ പിടിച്ചു എന്ന ഭർത്താവ് അവകാശപ്പെടുന്നത്. ഇവരൊരു എന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. യെസ്. ഇതുപോലെ ഒരുപാട് റിലേഷൻഷിപ്പിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളാണ് ഒരാൾ എന്ത് ചെയ്യുക അത് സഹിക്കാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. മിക്ക റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ള ഭയങ്കര ടോക്സിക് ആയിട്ട് പോസിറ്റീവ്നെസ് ഉള്ള ഒരു ഭർത്താവിനെ സഹിക്കുന്നത് ചിലപ്പോൾ മക്കളെ ആലോചിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പൊതുവെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, സഹിക്കാം, വെറുതെ എന്ത് ചെയ്യണ്ട, അവരുടെ ജീവിതം ഞാൻ കാരണം എന്ത് ചെയ്യണ്ട, നഷ്ടപ്പെടണ്ട. ഇങ്ങനെയുള്ള ചിന്തയിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിലേഷൻഷിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, തിരിച്ചറിവുകൾ, ഇതിപ്പോൾ നമുക്ക് ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. ഇനി വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് വരുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ബന്ധത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് പോകാം. ഇനി വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയാം. മൈക്ക് ഓപ്പൺ ആണ്. ഓക്കെ. ദെൻ കുറച്ച് കാരണങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാരണങ്ങളിലാണ് നമ്മളുടെ ഉത്തരങ്ങളും എന്താണ് പോസിറ്റീവ്നെസ്, എന്തുകൊണ്ട് പോസിറ്റീവ്നെസ് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഉത്തരങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബന്ധത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ. ഓക്കെ. അതായത് ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർ കുളിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഏതൊരു അൺനോൺ കോൾ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുള്ള ഏതൊരു കോൾ വരുന്നു. ആ കോളിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫീമെയിലിന്റെ സൗണ്ട് കേൾക്കുന്നു. കേട്ട ഉടനെ പെട്ടെന്ന് അവർ കട്ട് ചെയ്യുന്നു. അവരുടെ ഉള്ളിൽ എന്ത് ചെയ്തു, ഒരു വിള്ളലുണ്ടായി. അതായത് ഒരു സംശയത്തിന്റെ ഒരു വിള്ളലുണ്ടായി. ഈ ഒരു സംശയത്തിൽ നിന്നും പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ എന്തൊരു കാര്യം അങ്ങനെ തന്നെയാ. നമ്മളൊരു സംശയത്തിന്റെ കോണിൽ എന്തൊരു കാര്യത്തെ നോക്കിയാലും നമുക്കിങ്ങനെ ആ സംശയം കൂടിക്കൊണ്ടേ വരും. അത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ശരിയാണല്ലോ, പിന്നെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഫാക്ട്. പിന്നെ റിയാലിറ്റി സെക്കൻഡറി. ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരു വിള്ളൽ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യും, സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ആദ്യ തവണ എന്ത് ചെയ്തു, ഒരു വിള്ളൽ ഉണ്ടായി, പിന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, അത് പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ചില ആളുകൾക്ക് തന്റെ പ്രൈവസിയിൽ മറ്റൊരാൾ കയറുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, അതിനെ നിഷേധിക്കും. എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുക, എന്റെ പ്രൈവസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്. കാരണം ചില ആളുകൾക്ക് അങ്ങനെ ഇല്ലാന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ മതിയാവും, പക്ഷെ അവരെന്ത് ചെയ്യില്ല, അവരുടെ ഈഗോ ചിലപ്പോൾ അതിന് സമ്മതിക്കത്തില്ല. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നു, ആ റിലേഷൻഷിപ്പിൽ ഒരു കോട്ട ഉണ്ടാക്കുന്നു. ഇത് ഒരു വലിയ പോസിറ്റീവ്നെസ്സിലേക്ക് എത്തിക്കും. ഇത് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിന്റെ ഇഷ്യൂസ്. അതായത് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ചില ആളുകൾക്ക് ഒരു ട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ചില ആളുകൾക്ക് സ്വന്തത്തെ തന്നെ എന്താ പറയാ, സ്വന്തം ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഈ ഒരു സംശയത്തോടെ നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ഒരാളായിരിക്കും. അതായത് എന്താ പറയാ, നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോൾ അത് ചിലപ്പോ ഭാര്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഒരു ഭർത്താവിനെ ഉദാഹരണപ്പെടുത്തി പറയുകയാണെങ്കിൽ ഭാര്യയിൽ മാത്രമല്ല ആയിരിക്കില്ല ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകുക, കുട്ടികളിൽ ഉണ്ടാവും. അതായത് കുട്ടികൾ എവിടെ പോകുന്നു,
കുട്ടികൾ ഇങ്ങനെ ചെയ്യണം, എവിടെയാണ് പോകുന്നത് അങ്ങനെയാണ് ചെയ്യണം, നമ്മളുമായിട്ട് എന്നോടൊന്ന് സംസാരിച്ചാൽ എന്നോട് തീരെ സംസാരിക്കുന്നില്ല, എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ പരാതികൾ പറയുന്നത് പോലെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആക്കാൻ അവരെന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്യുന്നത് പോലെ അവരെ കൂടുതൽ കണക്ട് ചെയ്യാൻ, അവരെ പ്രയോറിറ്റി കൊടുക്കാനൊക്കെ നിർബന്ധപൂർവ്വം ഇങ്ങനെ പറയുന്നത് പോലെയൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ബിഹേവ് ചെയ്യാറുണ്ട്. അതായത് അയാളുടെ ടോട്ടൽ ബിഹേവിയറിൽ തന്നെ ആ ഒരു പോസിറ്റീവ്നെസ് ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അത് അവർക്ക് ടോട്ടലി എല്ലാത്തിനെയും ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കും. എല്ലാത്തിനെയും ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ നോക്കി കാണുന്നുണ്ടാവുക. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. ഇതാണ് അടുത്തൊരു കാരണം പറയുന്നത്. അതായത് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത്, അതല്ല നമ്മളിപ്പോ എന്താ പറയാ, പുതിയൊരു വസ്തു വാങ്ങിയാൽ, നമ്മൾ പുതുതായിട്ടൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ആ ഫോൺ നന്നായിട്ട് കൈകാര്യം ചെയ്യും. കവർ ഇടുന്നു, അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അലസമായിട്ടൊക്കെ വലിച്ചെറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ആ ഒരു കെയറിംഗിൽ നഷ്ടപ്പെടുമോ, ഇത്തരത്തിലുള്ള പേടി അവർക്കുണ്ടാവും. ഈ ഒരു പേടി കാരണം എന്താ പറയാ, ചില ആളുകൾ പറയുന്നത്, എനിക്ക് എന്താ പറയാ, എൻ്റെ കൂടെ 1-2 ആളുകൾ പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്. അതായത് 1-2 ഫീമെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്താണ്, അവര് ഒളിച്ചോടി കല്യാണം കഴിച്ചതാ. അതായത് ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ട് അവരും അവരുടെ ഹസ്ബൻഡും മാത്രമാണ് അവർക്ക് തുണയായിട്ടുള്ളത്. ഫാമിലി ഉണ്ട്, പക്ഷെ അവർക്ക് ഫാമിലിക്ക് അവരോട് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. അതായത് അവരങ്ങനെ പോയതല്ലേ, നല്ല രീതിയിൽ പോയതല്ലല്ലോ, അവളുടെ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതല്ലേ, ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഇത് നഷ്ടപ്പെട്ടാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരും ഉണ്ടാകില്ല. അവിടെ വേറൊരു സംഭവം കൂടെ നടക്കുന്നത് എന്താന്ന് വെച്ചാല്, അവര് എന്തൊക്കെ ഇൻസിഡന്റ് ഉണ്ടായാലും അത് ഹോൾഡ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ അമിതമായിട്ട് അതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ടാക്കുകയും ചിന്തിക്കുകയും ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുകയും ചെയ്യും. എന്ന് വെച്ചാല് അവരവരുടെ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, പോകുന്നതിനെ കുറിച്ചോ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ ഒരിക്കലും ചിന്തിക്കില്ല, എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടായാലും. പക്ഷേ അവർക്ക് എപ്പോഴും പേടിയായിരിക്കും. ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കും, എന്നാലും അവർ എല്ലാത്തിനെയും ഒരു പേടിയോടെ കാണും. ഈ പേടി അവർക്ക് എന്ത് ചെയ്യാം, ഒരു പൊസസീവ്നെസ് ആയിട്ട് അവർ പ്രകടിപ്പിക്കാം. ഈ ഒരു പേടിയെ അവരെന്ത് ചെയ്യും, ഒരു പൊസസീവ്നെസ് ആയിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങും. അത് ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് പക്കാ പൊസസീവ്നെസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ടാവും. ഇതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ്. ലൈക്ക് ചില ആളുകളില്, ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി കല്യാണം ഉടനെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ പാരന്റ്സ് തമ്മിൽ അത്ര അറ്റാച്ച്ഡ് അല്ല, അവര് ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിരന്തരം ഈ പ്രശ്നങ്ങളും അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. കുട്ടിക്കാലത്ത് അവരുടെ ചൈൽഡ്ഹുഡ് ഓർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ അച്ഛനും അമ്മയും എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ കാണിക്കുന്നതും, അച്ഛന്റെ കൊള്ളരുതായ്മയും അല്ലെങ്കിൽ അമ്മയുടെ കൊള്ളരുതായ്മയും, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് അവർ കണ്ടിട്ടുണ്ടാവും, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആഫ്റ്റർ എന്താ പറയാ, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് അവർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരാൻ തുടങ്ങും. ആ ഒരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യും, അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യത്തെ നമ്മൾ കൂടുതലായിട്ട് ഉറപ്പ് വരുത്തുന്ന സമയത്താണല്ലോ ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ, ഓക്കെ, നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക അല്ലേ. നമ്മളിപ്പോ എന്താ പറയാ, കൂടുതലായിട്ടുള്ള ഉറപ്പ് വരുത്തലാണ്. നമ്മളിങ്ങനെ തുറന്നു നോക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവിടെ വരുന്നു നോക്കുന്ന സമയത്ത് അവിടെ പോയതാണ്, ഒരു മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നു. ഇതേപോലെ ചെറിയ ചെറിയ ഇൻസിഡൻസിനെ എല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ട് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് യഥാർത്ഥത്തിൽ അവരുടെ പാസ്റ്റിലുള്ള അവരുടെ അനുഭവമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാസ്റ്റിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, അവരുടെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള അനുഭവം അവർ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, അവരുടെ അച്ഛനമ്മ തന്നെ ഈ ഒരു ഇൻസിഡന്റിൽ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പേടി ഉണ്ടാവും. ആ ഒരു പേടി കാരണം അവരിൽ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ്നെസ് ജനിക്കും. ഓക്കെ, ഇതാണ് അടുത്തൊരു കാരണം പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സംസ്കാരപരമായിട്ടുള്ള വിശ്വാസങ്ങൾ. അത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു നാട്ടിലെ ഒരു കൾച്ചർ ആയിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിശ്വാസങ്ങളായിരിക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചെയ്യുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും.
അപ്പോൾ നമുക്ക് മതപരമായിട്ടുള്ള, അതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ആള് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ എന്തോ ഒരു ഇടപാടുണ്ട് അല്ലെ, നമ്മളോട് അധികം കോണ്ടാക്ട് ചെയ്യുന്നില്ല, അധികം കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നീ സംശയിക്കണം അല്ലെ. പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, എടാ നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ, കാരണം നമ്മുടെ ചുറ്റുപാടൊക്കെ കേൾക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, നീ ഒന്ന് സൂക്ഷിച്ചോ. ചിലപ്പോൾ ഈ ഒരു വേർഡ് എന്ത് ചെയ്യും, അവർക്ക് പേടി ഉണ്ടാക്കും. മിക്കപ്പോഴും ചില ആളുകൾ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നാട്ടിലല്ല ജീവിക്കുന്നത്, അതായത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പല കൺട്രീസിൽ പല ജോലികളായിട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞാൽ കുറഞ്ഞ ടൈമായിരിക്കും അവർക്ക് ഫ്രീ കിട്ടുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് ചില സമയങ്ങളിൽ അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്, കുട്ടി കരയുന്നത്, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും, തന്നെ അവോയ്ഡ് ചെയ്യാണെന്നുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യാണ്, എടാ ഇങ്ങനെ എനിക്കിപ്പോ തീരെ നമ്മൾ പണ്ടത്തെ പോലെ ഇന്നിപ്പോ സംസാരിക്കുന്നൊന്നുമില്ല, എടാ തീരെ ഒരു കണക്ഷൻ ഒന്നുമില്ല, പക്ഷെ അവള് ഭയങ്കര ഹാപ്പി ഒക്കെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിൽ എടാ നീ ഒന്ന് സൂക്ഷിച്ചോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. ഈ ഒരു വാക്ക് മതി, കോമൺ ആയിട്ട് ഒരു വ്യക്തി പറയാവുന്ന ഒരു കാര്യമാണിത്. ഇത് പറയുന്ന സാഹചര്യത്തിൽ അവരിൽ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ്നെസ് ജനിക്കും. നീ അവിടെ പോയായിരുന്നു, നിന്റെ ഇതയക്ക്, അങ്ങനെ അയക്ക്. കാരണം നമ്മളുടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇയാളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അടുത്ത് ഇന്നലെ പോലും നമ്മുടെ കോൾ ലിസ്റ്റ് മുഴുവൻ അങ്ങോട്ട് മൊബൈൽ ഷോപ്പ് പോയിട്ട് ഈ ഒരു വർഷം നീ കോൾ ചെയ്ത എല്ലാ കോൾ ലിസ്റ്റും അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു, എങ്കിൽ ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ വരാറുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ റീസൺ ഇതാണ്, അതായത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ചുറ്റുപാടുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരതിനെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം എന്നാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ, ന്യൂസ്, അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള ചില സംസാരങ്ങൾ, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിനെ ഒരു വ്യക്തി കാണുന്ന സമയത്ത്, ഇതിപ്പോ നമ്മള് ജസ്റ്റ് എന്താ പറയാ, നമ്മുടെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ ചുമ്മാ വെച്ച് നോക്കുക, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ കൂടെ അതിനടിയിൽ കൂടെ ഇങ്ങനെ എഴുത്തു പോകുന്നുണ്ടാവും, ഭാര്യ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. അത്രയും ഇതിപ്പോ പത്രം നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ മിനിമം എന്തെങ്കിലും ഒരു ഒളിച്ചോട്ടത്തിൻ്റെതോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഇതിൽ കാണാൻ കഴിയും നമുക്ക് മീഡിയയിൽ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ചില ഇൻസിഡന്റ്സ് നടന്നിട്ടുണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ഇതേപോലെ നമ്മൾ അറിയാണ്, ഒരു ഡിവോഴ്സ് നടന്നു. നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് ചെയ്തു, ഒരു ഡിവോഴ്സ് നടന്നു. ഈ സമയത്ത് ഇത് കേൾക്കുന്ന നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ആയി, കാരണം എന്നെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തി അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ടതില്ലേ, ഇങ്ങനൊരു ചിന്ത ജനിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയങ്ങളിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് റിലേഷൻഷിപ്പിൽ വരുന്ന കംപ്ലൈന്റുകൾ, അത് ഇതൊക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയ പല രീതിയിൽ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ്നെസ് കൂടാൻ തുടങ്ങും. ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ പണ്ട് വാട്സപ്പിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. വാട്സപ്പ് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ റിപ്പോർട്ട് അടിച്ചിട്ടായിരിക്കാം ആ ഒരു സിസ്റ്റം വാട്സപ്പ് ഒഴിവാക്കി കൊടുത്തത്. അതായത് നമ്മൾ ഓൺലൈനിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓൺലൈനിൽ ഒരു ലൈറ്റ് കാണിച്ചു കൊടുക്കും, ഇവർ ഓൺലൈനിൽ ഉണ്ട് എന്നുള്ള ഒരു ലൈറ്റ്, ഒരു സിമ്പിൾ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഈ വ്യക്തി ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അത് വാട്സപ്പിൽ ഇല്ലാതെ തോന്നുന്നു. ഓക്കെ, വാട്സപ്പിൽ ഞാനിപ്പോ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലെ, അല്ല വാട്സപ്പിൽ ആ ഒരു സിസ്റ്റം ഇപ്പൊ ഇല്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ജസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? നമ്മളിപ്പോ ജസ്റ്റ് കമന്റ് ബോക്സ് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, കയ്യൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പണിയേ ഉള്ളൂ. യെസ്, നോ. ഇതേപോലെ നമ്മളുടെ എല്ലാവരുടെയും വാട്സപ്പില് പണ്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഓൺലൈൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നെറ്റ് ഓണാക്കിയാൽ പോലും ചില സമയങ്ങളിൽ ഓൺലൈൻ എന്ന് കാണിക്കും. അപ്പോൾ ഇവരെന്താ ഉറങ്ങിയിട്ടില്ലേ, കിടന്നിട്ടില്ല, ഇത്ര നേരമായിട്ട് നീ എന്താ ഉറങ്ങാത്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. ഇതിൽ നിന്നും ഒരു സംശയം ജനിക്കാൻ തുടങ്ങും.
അല്ല, ഈ സംശയം എന്ന് പറയുന്നത് ഈ പൊസസീവ്നെസ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അവൈലബിലിറ്റി, അവരുടെ ഹാപ്പി ആകുന്നത്, അവർ സ്റ്റാറ്റസ് വെക്കുന്നത്, അവരിങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ കാണുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, അവരിലേക്ക് നമ്മളിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മളെ അവര് ചീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ പറ്റിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകൾ വരാൻ തുടങ്ങും. ഇതൊരു പൊസസീവ്നെസ്സിലേക്ക് പതുക്കെ പതുക്കെ എത്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഉള്ളൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ബിഹേവിയർ. അതായത് ചില ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ പൊസസീവ്നെസ് ഉള്ള ടൈപ്പ് ഓഫ് സ്വഭാവമായിരിക്കും. ചില ആളുടെ സ്വഭാവത്തിൽ തന്നെ പൊസസീവ്നെസ് ഉണ്ടാവും, കാരണം അവർ പെരുമാറുന്നതില്, അവരുടെ സംസാരത്തില്. അപ്പൊ ഇതൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഗുണം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഉണ്ടാവാം. അത് എങ്ങനെയാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ചിലപ്പോൾ എന്നെക്കാളും ഭംഗിയുള്ള ഒരു വ്യക്തിയായിരിക്കും എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്നെക്കാളും സംസാര ശേഷിയുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ആരെയും കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവം, എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഏതൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അവിടുത്തെ ഒരു ഓൾ ഇൻ ഓൾ ആളായിട്ട് മാറും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരു പാർട്ട്ണറും നമ്മളെന്ന് അങ്ങനെയല്ല, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ ക്വാളിറ്റീന്റെ ഓപ്പോസിറ്റ് ആകുക. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മളിൽ ഒരുപാട് സംശയങ്ങൾ ജനിക്കാൻ തുടങ്ങും. നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അഗെയിൻസ്റ്റ് ആ ഒരു പേടി ഉണ്ടാക്കാം. ഇതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കൂടെ ഉണ്ടാകണം, നമുക്ക് എപ്പോഴും കൂട്ടുവേണം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, പൊസസീവ്നെസ് എക്സ്പ്രസ് ചെയ്യാനും കാണിക്കാനും തുടങ്ങും. ഇതും ഒരു കാരണമാണ്. ഓക്കെ, ദെൻ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് തുറന്ന സംസാരങ്ങൾ ഇല്ലാതിരിക്കുക. ചില ആളുകൾ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യില്ല, അവരുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യില്ല, അത് പറയത്തില്ല. ഇപ്പൊ നിനക്കിതാ ഫീൽ ചെയ്യുന്നുള്ളത് പറയണ്ടേ, പറയാതെ അവർ ഉള്ളിൽ കൊണ്ടെടുക്കും. ഇതെന്ത് ചെയ്യും, നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഒരു കയ്യിലൊരു മുറിവ് വന്നിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത് പോലെയാണ് നമ്മളൊരു കാര്യം ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നത്. കാരണം അത് പഴുക്കാൻ തുടങ്ങും. അത് പിന്നീട് ഇന്നലെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും പെയിൻ ഉണ്ടാകും നാളെ. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, പിന്നീട് അത് ഒരു വലിയൊരു പഴുപ്പായിട്ട് റിലേഷൻഷിപ്പിനെ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാരണമായിട്ട് അത് മാറും. ഓക്കെ, ഈ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, ആരോ ഒരു ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, എന്തെങ്കിലും ചോദിക്കാനാണോ? അതെ സർ. അപ്പൊ ഈ എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ഒരാൾ പാർട്ണറെ തെരഞ്ഞെടുക്കും, ആ ടൈപ്പുള്ള ആളെ തന്നെ അങ്ങനെയാണോ സാർ ഉദ്ദേശിച്ചത്? ഇത് ക്ലിയർ ആയി? എങ്ങനെ മനസ്സിലായില്ല? സാർ പറഞ്ഞില്ലേ എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ഒരാള് ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവരിപ്പം പോകുന്നിടത്തൊക്കെ മൂപ്പര് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പൊ അവിടെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞില്ലേ, സംശയം. അപ്പൊ അങ്ങനെയുള്ളൊരു ഇപ്പൊ എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണെങ്കിൽ ഇപ്പം പാർട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ സെയിം ആയിട്ടുള്ള ആളെ തന്നെ വേണമെന്നാണോ? അല്ല, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ഒരു പൊസസീവ്നെസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു ചോയ്സ് എടുക്കാം. പക്ഷെ എനിക്ക് പൊസസീവ്നെസ് ഇല്ലെങ്കിൽ അവിടെ ആവശ്യമില്ലല്ലോ എനിക്ക്. എന്റെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്യുന്ന ആള് അങ്ങനെ പൊസസീവ്നെസ് ഉള്ള ആളാണെങ്കിലോ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, ഓപ്പോസിറ്റുള്ള വ്യക്തി, അതായത് നിങ്ങൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയും നിങ്ങളുടെ പാർട്ട്ണർ ഒരു എന്താ പറയാ പൊസസീവ്നെസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്തില് ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞല്ലോ. ഇത് എന്താ പറയാ, ഇത് ഉണ്ടാകുന്ന ഒരു കാരണമാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഒരു രോഗം ഉണ്ടാകുമ്പോൾ, ഈ രോഗം ഉണ്ടായി എന്നുള്ളത് എന്താ പറയാ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മളെ ടോട്ടലി അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് ഇതിന് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില സമയങ്ങളിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് നമുക്കിതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ അത് മനസ്സിലാവും. പിന്നെ അതിന്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓപ്പോസിറ്റുള്ള വ്യക്തി വളരെയധികം പോസിറ്റീവ്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്, നമ്മളാണെങ്കിൽ ഭയങ്കരമായിട്ട് സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്ക് എന്താ പറയാ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാം. ചിലപ്പോൾ നമുക്കവിടെ ഒരു ഓപ്ഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും കടക്കാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്ന് പിക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചില സമയങ്ങളിൽ നമ്മളൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് അത് റെഡിയാക്കുന്നതിനേക്കാൾ നമ്മളത് എടുക്കാതിരിക്കുന്നത് ബെറ്റർ ആണെന്ന് പറയില്ലേ, അതുപോലെ ഇത് സാധ്യതയുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ.
ഓക്കെ. ഇനി ഞാൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പേഴ്സണാലിറ്റി സൈക്കോളജിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാണ്. ഈ ഒരു പൊസസീവ്നെസ്സിനെ പേഴ്സണാലിറ്റി സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലുള്ള 1-2 പേഴ്സണാലിറ്റീസിനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മേ ബി നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നാം നിങ്ങളുടെ ചുറ്റുപാടുള്ള ആരെങ്കിലുമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 പേഴ്സണാലിറ്റിയാണ് പറയുന്നത്, കാരണം അത് തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ ഓക്കെ. അപ്പോ ഒന്നാമത്തെ എനിഗ്രാമിലെ പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിഗ്രാം എന്ന് പറയുന്നത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എനിഗ്രാമിന്റെ ഒരു കോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഓരോ വ്യക്തികൾ എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്തരായ സ്വഭാവക്കാരാണ്. അതായത് നമ്മളിപ്പോ ഒരു അഭിപ്രായം പറയാണ് വീട്ടിൽ പോയിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനെന്തുകൊണ്ട് 3 അഭിപ്രായങ്ങൾ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദർ ഈസ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്. അവരെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ അച്ഛൻ്റെ അതേ താല്പര്യമായിരിക്കില്ല അമ്മക്ക് ഉണ്ടാകുക, അമ്മയുടെ അതേ താല്പര്യമായിരിക്കില്ല അച്ഛൻ ഉണ്ടാകുക, ഇവരുടെ 2 പേരുടെയും താല്പര്യമായിരിക്കില്ല അപ്പൂപ്പൻ ഉണ്ടാകുക. ഇവരുടെ എല്ലാവരുടെയും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാവരുടെയും കൺസെപ്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിഗ്രാമിൽ 2 പേഴ്സണാലിറ്റീസിന് ഞാൻ എക്സാമ്പിൾ ചെയ്ത് തരാം. ഒന്നെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള, എനിഗ്രാമിൽ തന്നെ വളരെയധികം പൊസസീവ്നെസ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ദ ഹെൽപ്പർ നമ്പർ 2. ഓക്കെ, ഈ ഒരു പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. അതായത് ഇവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിലോ, ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ, ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ അവരെന്ത് ചെയ്യില്ല, അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല. ഓപ്പോസിറ്റുള്ള വ്യക്തി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. മാത്രമല്ല ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഇവർ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു വീട്ടില് അവരെല്ലാവരുടെ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ബട്ട് അവർക്ക് കിട്ടാറുണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും അവരെ പോലെ അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അതുപോലെ തന്നെ അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. നന്നായിട്ട് എനിക്ക് സ്നേഹം കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് പൊസസീവ്നെസ് ഉണ്ടാകാം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കാം. ഓക്കെ, ഈ ഒരു പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇനി അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഇൻക്ലൂഡഡ് ഫ്രണ്ട്ഷിപ്പിലടക്കം തന്നെ പരിഗണിക്കുക. അതായത് ചുറ്റുപാടിൽ നിന്നുമുള്ള ഒരു പരിഗണനയെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും അല്ലെ. നമ്മൾ ചിലപ്പോൾ വീട്ടിലെ ചില അമ്മമാര്, ഓക്കെ, ചില വൈഫ്, അതുപോലെ തന്നെ ചില ഹസ്ബൻഡുകള്. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്. നന്നായിട്ട് സ്നേഹിക്കും, നന്നായിട്ട് നമ്മളെ കെയർ ചെയ്യും, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരും. നമ്മുടെ ഭക്ഷണം ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരും. നമ്മുടെ കാര്യങ്ങളിലൊന്നും അവർ ഒരു കുറവും വരുത്താറില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും അവർ ചോദിച്ചു വാങ്ങത്തുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാര്യം ചോദിച്ചു വാങ്ങുന്നത് ഇഷ്ടമല്ല. തനിക്ക് കണ്ടറിഞ്ഞ് ആരെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്തു തരുന്നില്ലെങ്കിൽ ഞാനത് സഹിച്ചോളാന്നാ പറയുന്നത്. അതെനിക്ക് ഓക്കെ അല്ല എന്നല്ല, നേരെ മറിച്ച് അത് ഞാൻ സഹിച്ചോളാം. ഈ ഒരു കൺസെപ്റ്റ് ഉള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിനെയും എല്ലാ ബന്ധങ്ങളെയും ഭയങ്കര വാല്യൂ ആയിട്ട് കാണിക്കുന്ന ആളുകളാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകള് ഭർത്താവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെ ഭാര്യയെ കുറിച്ച് പറയുന്ന സമയത്ത് കൊര സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതേപോലെ ഫ്രണ്ടിനെ കുറിച്ച് പറയും, ഇതെന്റെ ഫ്രണ്ടാണ്, എങ്ങനെയുണ്ട്, കൊള്ളാലോ, ഇങ്ങനെ കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്കൊക്കെ. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ. ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടെ ഇതെന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ആണ്, അല്ലെങ്കിൽ ഇതെന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയാണ്, ഹസ്ബൻഡ് അടുത്തെടുക്കാൻ പോകുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ അവരെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര പ്രൗഡാണ് ഇന്ന വ്യക്തിയുടെ ഒരു പാർട്ട്ണർ ആയി എന്നുള്ളത് കൊണ്ട്. കാരണം അവർ ഭയങ്കര എന്താ പറയാ, നമ്മളിപ്പോ എനിഗ്രാമിൽ അവരെ ഉപമിക്കുന്നത് ലൈക്ക് നമ്മളിപ്പോ ഒരു ഡോഗുമായിട്ടൊക്കെയാണ്. ഡോഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കേണ്ട. ഡോഗിനെ നമുക്കിപ്പോ എന്താ പറയാ, നന്ദിയുള്ളൊരു മൃഗമാണ് ഡോഗ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് നന്ദി എക്സ്പ്രസ് ചെയ്യുന്നൊരു മൃഗമാണ്. നമുക്കിപ്പോ ഒരു തവണ നമ്മൾ അതിന് ഭക്ഷണം കൊടുത്താൽ പോലും അതെന്നും നമ്മളെ കാണുമ്പോൾ വാലാട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് നന്ദി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് നല്ല പൊസസീവ്നെസ് ഉണ്ടാവും. ഇവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ, ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവര് സംസാരിക്കത്തില്ല.
ഇവർക്ക് ഉണ്ടാകുന്ന ചിന്തകളെ ഇവരെന്ത് ചെയ്യില്ല, ഓപ്പോസിറ്റുള്ള വ്യക്തിയെ സംസാരിക്കത്തില്ല. അവർക്ക് വേദനയാകും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് മോശമാണ്, എന്നാ ചിന്തിക്കാതിരിക്കോ? ഇല്ല, ചിന്തിക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ സ്വന്തം ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ ഹതഭാഗ്യാണ്, അതുപോലെ തന്നെ ഞാൻ എന്തോ കഷ്ടത്തിലാണ് നിൽക്കുന്നത്, ഞാൻ ഓക്കെ അല്ല, ഇങ്ങനെയുള്ള സെൽഫായിട്ടുള്ള ചിന്തകളിൽ എന്ത് ചെയ്യും, ഇവര് മെന്റലി ഒരു ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇതൊരൊറ്റ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നത്. എനിഗ്രാമിൽ ഇതേപോലെ 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഷോർട്ടായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയുടെ പോസസീവ്നെസ് ഭയങ്കര ഹൈ ആയിരിക്കും. അവരെപ്പോഴും ഓപ്പോസിറ്റുള്ള പാർട്ട്ണറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും കൂടെ വേണം എന്നുള്ളതും അവരുടെ എപ്പോഴും അവരെ പരിഗണിക്കണം എന്നുള്ളതും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു. അതുപോലെ തന്നെ ഭർത്താവ് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണമെന്നൊന്നുമില്ല, ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ഡ്രസ്സ് എടുത്തത്, ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. ബട്ട് അവർക്ക് വേണം, അവർക്ക് ഉള്ളിൽ വേണം, സാധനം വേണം, അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർ പറയത്തില്ല. ഓക്കെ, ഈ പറയാത്ത പക്ഷം ഹസ്ബൻഡ് ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയായിരിക്കും. അവർ പറയും ഓക്കെ എന്നാ നമുക്ക് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഒന്നുകൂടെ നിർബന്ധിച്ച് നോക്കും. പറയാം വേണ്ട വേണ്ട കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് വീട്ടിൽ പോകുന്ന വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നീടായിരിക്കാം ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂല്, ചായക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഒരു തർക്കം ഉണ്ടാകുന്നത്. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഫീൽ ആകുന്ന സമയത്ത്, നമ്മൾ ചീത്ത എന്തെങ്കിലും പറയുന്ന സമയത്ത്, അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഒരു കർച്ചീഫ് എനിക്ക് എടുത്തു തന്നിരുന്നോ, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, അല്ല നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നിനക്ക് വേണമെന്ന് ചോദിച്ചല്ലേ, അപ്പൊ നീ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ, ഓ അങ്ങനെയാണോ, ഇപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്ന് ചോദിച്ചിട്ടാണല്ലോ ചെയ്തു തരാറ്. അവിടെ ഒരു ചർച്ച ഉണ്ടാവാൻ തുടങ്ങും, അവിടെ കച്ചറയാവും, പ്രശ്നങ്ങളാവും. അത് എന്ത് ചെയ്യും, ചില ഭർത്താക്കന്മാർ അതിൽ പാഠം പഠിക്കും, ഇങ്ങനെയാണ് എന്നുള്ളത്. ചില ആളുകൾ ഇത് പാഠം പഠിക്കത്തില്ല, ഇവരിങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ചില ആളുകൾക്ക് മനസ്സിലാവും, ചില ആളുകൾ പഠിക്കും. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, ഇവരിങ്ങനെയാണ്, അതേപോലെ തന്നെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്ന് ചിന്തിക്കാൻ എന്ത് ചെയ്യില്ല, അവർ തയ്യാറാകില്ല. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. സോറി. നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യത്തില്ല, അത് പറയത്തില്ല. പറയാത്ത പക്ഷം ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് അത് മനസ്സിലാകത്തുമില്ല. അവർ വിചാരിക്കും ഇവർക്കൊന്നും വേണ്ടാന്ന്. പക്ഷെ അവർക്ക് ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വരുക്കൂട്ടി നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, അവരാരോടും പറയത്തില്ല. മിക്ക വീട്ടിലും കാണുന്ന ഒരു സ്ഥിരം സ്വഭാവമാണിത്. കാരണം അവരെന്താ പറയാ, നിനക്കിന്ന് ഇത് പറഞ്ഞൂടെ, നിനക്കത് വേണമെങ്കിൽ പറയണ്ടേ, നിനക്ക് ഞാൻ ഇങ്ങനെയാണ്. അതായത് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യണം, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ ഈ രൂപത്തിൽ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ അത് നീ എനിക്ക് തരണം എന്ന് പറയാനുള്ള ഒരു ഇത് കാണിക്കാത്തൊരു ആളുകളുണ്ടാവും. ഇത് പറയുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എന്നിൽ നിന്നും അവർക്ക് ഇങ്ങനെയാണ് ആവശ്യം, എന്നെ ഈ രൂപത്തിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കണം. അവരോട് ഞാൻ ഡ്രസ്സ് വേണമെന്ന് ചോദിക്കരുത്, ഞാനത് അവർക്ക് സർപ്രൈസ് ആയിട്ട് എടുത്തു കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഇത് നമ്മളത് പറയണം. ചില ആളുകളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കും, ചില ആളുകളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കത്തില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഒരു ക്ലാഷ് ഉണ്ടാകും, റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എനിഗ്രാമിലെ ടൈപ്പ് 6 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ ഒരു പേഴ്സണാലിറ്റീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഭയങ്കര വിശ്വസ്തരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ട് എപ്പോഴും ട്രസ്റ്റ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവര് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നാണ് ഒരുപാട് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇവരെ ലോയൽ എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്, കാരണം വിശ്വസ്തർ, കാരണം ഇവരുടെ പേര് തന്നെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവരെല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ നെഗറ്റീവ് തിങ്കിങ് ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. ഓവർ തിങ്കിങ് ഭയങ്കര പ്രശ്നമായിരിക്കും ഇവർക്ക്.
ഇവരെല്ലാ കാര്യത്തിനെ കുറിച്ചും ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു താമസക്കാർ വന്നു. ഓക്കെ, താമസക്കാർ വന്നു. അപ്പൊ നമുക്ക് ഒരു കോമൺ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ അവരെന്ത് ചെയ്യും, അതിനെ കൂടുതലായിട്ട് ഇങ്ങനെ ഉറ്റുനോക്കുകയും അവിടെ ഇത്ര ആൾക്കാരുണ്ട്, അതിങ്ങനെ സംഭവിക്കോ, അവർക്ക് എപ്പോഴും എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് കൂടുതലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നുണ്ട്. അവർക്ക് കൂടുതലായിട്ട് എല്ലാത്തിനോടും ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും, അതുപോലെ തന്നെ ഞാൻ സേഫ് അല്ല, ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ച് അനാവശ്യമായിട്ട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഞാൻ നേരത്തെ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകളെ കണ്ടിട്ടില്ല, എപ്പോഴും ഒരാളെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് എപ്പോഴും ഒരു തരം ആദിയാണ് എല്ലാത്തിനോടും. അത് ഭർത്താവിനോട് മാത്രമല്ല, കുട്ടികളോടും എവിടെ പോവാണ്, അവിടെ ഓക്കെ ആണോ, ഇവരെയാണോ, എവിടെയാണ് എന്നൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് അവരുടെ ഉള്ളിൽ എല്ലാത്തിനെയും അവർക്കൊരു ആദിയാണ്. അവർക്ക് എല്ലാത്തിനോടും ഒരു പേടിയും, അതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു ആദി ഉണ്ടാവും. ആ ഒരു ആദി, ഒരു ആങ്സൈറ്റി എന്ത് ചെയ്യും, ഈ ഒരു പേഴ്സണാലിറ്റീന്റെ ഒരു നാച്ചുറലി ഉള്ള ഒരു സ്വഭാവമാണ്. ഇവരുടെ ഒരു സ്വഭാവത്തിന് ഒരു ആങ്സൈറ്റി ഉണ്ടാവും അവർക്ക് എല്ലാത്തിനോടും. കാരണം ഇവരുടെ അടുത്ത് നമ്മൾ എന്തൊരു കാര്യം പറയുന്ന സമയത്തും അവർ ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതിന്റെ നെഗറ്റീവാണ് അവർ ചിന്തിക്കുക. ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരൊരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഇവർ ട്രസ്റ്റ് 100% കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ കുറിച്ചിട്ട് ഇവരെന്താ പറയുക, അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഓവറായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, ചില ആളുകൾ ഇത് എക്സ്പ്രസ് ചെയ്യും, ചില ആളുകൾ ഇത് എക്സ്പ്രസ് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ടേസ്റ്റ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ രണ്ടും ഒരേ വൈബാണെന്നൊക്കെ പറയല്ലേ. ഈ ഒരു വൈബ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സ്വഭാവത്തിന്റെ ഒരു രീതിയിലും ഞാനുമായിട്ട് യോജിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, ഫോഴ്സ്ഫുള്ളി ശ്രമിക്കുകയാണ് അവരെ മറ്റൊരു വ്യക്തിയായിട്ട് മാറ്റിയെടുക്കാൻ. ചില സമയങ്ങളിൽ ഇത് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. ഒരാളെ ഒരു പരിധിക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി സൈക്കോളജി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ ബിഹേവിയർ, ഓക്കെ, ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നതാണ് അയാളുടെ അസ്തിത്വം. എൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണാലിറ്റിയാണ്. എൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നിന്റെ സ്വഭാവം ശരിയല്ല, നീ അങ്ങനെയാവും, നീ മാറ്റ്. അപ്പൊ എനിക്ക് തന്നെ എന്ത് ചെയ്യണം, എന്നെ കുറിച്ചുള്ള ആ ഒരു തിങ്കിങ് ബാഡായിട്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്ന പക്ഷം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ കാറ്റഗറിയിലേക്ക് വരെ നമ്മളെ എത്തിക്കാൻ എന്ത് ചെയ്യും, അത് കാരണമാക്കും. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണാലിറ്റി മാറ്റണം എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോൾ അയാളുടെ കോർ പേഴ്സണാലിറ്റിയോട് അയാൾക്ക് വെറുപ്പുണ്ടാവും. അതായത് എൻ്റെ പേഴ്സണാലിറ്റി ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവിന്നാണല്ലോ ഞാൻ എന്നെ മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ശരിയല്ല എന്നുള്ളൊരു ധാരണ എന്നോടുള്ള എൻ്റെ സെൽഫ് റെസ്പെക്ട്, എന്നോടുള്ള എൻ്റെ സെൽഫ് ലവ് ഇത് കുറക്കാൻ കാരണമാകും. ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് എന്ത് ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് ടോട്ടലി മാറ്റാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പേഴ്സണാലിറ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പേഴ്സണാലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ പ്രോബ്ലംസിനെ ബാലൻസ് ചെയ്യാം. നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അവരെന്ത് ചെയ്യാൻ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഇവരെ ഡീൽ ചെയ്യും, ഓക്കെ, ഇവരെ ഡീൽ ചെയ്യുന്ന കുറച്ച് ടിപ്സും കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു 6 പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സെൽഫ് അവയർനെസ് കൊടുക്കുക. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന്, ഞാൻ എന്താന്നുള്ളത് തിരിച്ചറിയാം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. അതേപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ താല്പര്യം എന്താണ്, അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്വയം അവബോധം. ഈ ഒരു സെൽഫ് അവയർനെസ് എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പോസിറ്റീവ്നെസ് ചിന്തകൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ പോസിറ്റീവ്നെസ് വരുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ഇത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഡീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ട്ണറുടെ കാരണങ്ങള്, ആവശ്യങ്ങള്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഇത് ഈ സെൽഫ് അവയർനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഒരാള്
എങ്ങനെ മനസ്സിലാക്കാം, ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം, എന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അല്ലെ? ഞാൻ എന്നെ പ്രസന്റ് ചെയ്യണം, ഇതാണ് ഞാൻ. ഓക്കെ, ഞാൻ ഇങ്ങനെയായിരിക്കും, എനിക്ക് ഇങ്ങനത്തെ വീക്ക് ഉണ്ട്, ചിലപ്പോ എനിക്ക് പോസിറ്റീവ്നെസ് തോന്നുന്നുള്ളത് അതിന്റെ ഒരു കുറവായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതെന്റെ കുഴപ്പമാണ്, അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അതിന് നമുക്ക് എന്ത് വേണം? ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, തുറന്ന സംസാരങ്ങൾ. ഇത് നമുക്ക് എന്താ പറയാ, തുറന്ന സംസാരങ്ങൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ പറ്റും, ഒരുപാട് ആങ്സൈറ്റീസ് കുറക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാത്തതാണ് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിനക്ക് എന്താ, നിന്റെ പ്രശ്നം എന്താണ്, പറ, ഞാൻ കേൾക്കാം. അത് നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന സമയത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഈ തുറന്ന സംസാരം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമാണ്. ഒന്ന്, സിറ്റുവേഷൻ. 2, പ്രസന്റ് ചെയ്യുന്ന രീതി. അതായത് ഒരു ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്, വളരെ ക്ഷീണത്തില് ജോലിയുടെ ഇടക്ക് നടന്ന പല സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ തലയിൽ ഏറ്റിയിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. പടി കയറി അവരുടെ എന്താ പറയാ ബാഗ് വെക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നത് എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം, ഓക്കെ, നമുക്ക് സംസാരിക്കാം, ഇങ്ങനെ ശരിയാവില്ല, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഇവർക്ക് കീറും. അവർക്ക് എന്ത് ചെയ്യും, അവരുടെ സ്ട്രെസ്സും ഷോപ്പിലുള്ള എല്ലാവരോടുള്ള ദേഷ്യവും, നിനക്ക് എന്താ സംസാരിക്കാനുള്ള, പറ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവര് ആ ഒരു സ്ട്രെസ്സിൽ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യും, അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ലെവലിലേക്ക് വരെ എന്ത് ചെയ്യും, ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാൻ കാരണമാവും അത്. അതായത് നമ്മൾ പറയുന്ന ഇൻസിഡൻസ്, നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എവിടെ എന്ത് സംസാരിക്കണം, ഏത് സിറ്റുവേഷൻസിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെ? നമ്മൾ അസ്ഥാനത്ത് പോയിട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നിൽക്കരുത്. എന്നാൽ പറയേണ്ട സിറ്റുവേഷൻസിൽ നമുക്കത് പറയാം. നമ്മൾ ആ ഒരു ഭർത്താവ് കയറി വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ചായയൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷായി അവരിങ്ങോട്ട് ചോദിക്കുന്ന ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. അവർക്ക് ഇങ്ങോട്ട് മനസ്സ് തുറന്ന് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഓപ്പോസിറ്റുള്ള വ്യക്തി അതിന് വില്ലിങ് ആവും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോണ്. ഓക്കെ, ഒരു അധികാരത്തോടെ സംസാരിക്കുന്നത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല. ഓക്കെ, അല്ല അതേപോലെ തന്നെ തന്റെ ഭാഗത്ത് നിന്ന് മാത്രം സംസാരിക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാനവിടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യില്ല, തന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഒരു മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു മീഡിയം ലെവലിൽ നിന്ന്, ഒരു ന്യൂട്രലിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. ഈ ന്യൂട്രൽ ലെവൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മേക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നമുക്ക് എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ ട്രസ്റ്റ്, എവിടെയാണ് വിള്ളലുണ്ടായത്, ആരോ കോൾ ചെയ്തു, ആ കോള് എന്താ പറയാ ആരാണെന്നുള്ളത് അവർ പറയുന്നില്ലേ ചോദിച്ചിട്ട്, ഇതെന്ത് ചെയ്യുക, തുറന്ന് സംസാരിച്ച് അത് ഞാൻ എൻ്റെ ഈഗോ കാരണം ഞാനത് സമ്മതിക്കാറ്റതാ, ഞാനിപ്പോ അത് ആരും അല്ലാന്ന് നിന്റെ മുമ്പ് തെളിയിച്ചാൽ ഞാൻ എന്തോ കുറഞ്ഞ വ്യക്തിയാവും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു, അതുകൊണ്ടാണെന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളത് ഡാറ്റ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ട്രസ്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ബന്ധങ്ങളിൽ ട്രസ്റ്റ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുക. ഓക്കെ, ട്രസ്റ്റ് കൊടുക്കുന്നത് പോലെ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, റെസ്പെക്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക. നിന്നെ നീയായിട്ടും എന്നെ ഞാനായിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക. ഇതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ നിന്നും. അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്ന സമയത്ത് ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അത് നമ്മളുടെ കരിയർ ബേസ് ചെയ്തിട്ട് ഒരാളുടെ പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിയർ ബേസ് ചെയ്തിട്ട് ഒരാളുടെ നമ്മളുടെ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ലെവലപ്പ് നമുക്ക് അതിൽ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അക്കാദമിക്കലി നമുക്ക് എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നോ, നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു കോൺഫിഡൻസ്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യുക.
ചില ആളുകൾ ഉണ്ടാവില്ല, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കാം ചില ആളുകളിൽ പോസസീവ്നെസ് ജനിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ ലൈഫിൽ നിന്ന് ആര് നഷ്ടപ്പെട്ടു പോയാലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഒരാളിൽ ഒതുങ്ങുന്നൊരു വ്യക്തിയല്ല. മറ്റൊരാളെ ഞാൻ എന്ത് ചെയ്യണ്ട, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട, അല്ല ഒതുങ്ങി ജീവിക്കേണ്ട. ഞാൻ എങ്ങനെയായാലും ഞാൻ ജീവിക്കും എന്നുള്ളതിന് ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മളിപ്പോ ചുമ്മാ ഇങ്ങനെ അഫർമേഷൻ പറയുന്നത് പോലെ ചുമ്മാ പറഞ്ഞത് കൊണ്ട് മാത്രം നടക്കണമെന്നില്ല. അതിനുള്ളൊരു ഇതും കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ കരിയർ, അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ബിൽഡ് ചെയ്യുക, നമ്മളെ സ്കില്ല് ബിൽഡ് ചെയ്യുക, ഇങ്ങനെ. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള അപ്രോച്ചുകളാണ്. ഹൈ ആയിട്ട് പോസസീവ്നെസ് കാണിക്കുന്ന ആളുകൾ, ചില ആളുകളിൽ ഹൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പോസസീവ്നെസ് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, മാനസിക രോഗികൾക്ക് മാത്രമുള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നോ, കൗൺസിലിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതിപ്പോ എനിക്ക് എന്താ പറയാ, എൻ്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കൗൺസിലർ ആയിരിക്കും. നിങ്ങളുടെ 2 പേരുടെ ഇടയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു മധ്യസ്ഥനായിട്ടുള്ള ഒരാളെ കൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ കുടുംബക്കാർ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നാട്ടുപാട്ടാവും, കുടുംബത്ത് പാട്ടാവും. നാട്ടുകാരെയും വിളിച്ചാൽ ഇതേ സംഭവം തന്നെ നടക്കും. അപ്പൊ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ നമുക്കൊരു കൗൺസിലിംഗ് എടുക്കാം. ഇതാണ് നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ബേസിക്കലി നമുക്കൊരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. 6ാമത്തെ ഫൈനലി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഭർത്താവിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ഒരു പരസ്പര ധാരണ ഉണ്ടാവും, ഒരു എഗ്രിമെന്റഡ് ആയിട്ട് പോവുക. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു കോംപ്രമൈസിൽ എത്തുന്നത് പോലെ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കത്തില്ലേ, ഈ സ്പേസ് ഞാൻ നിനക്ക് വിട്ടുതരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്പേസ് നിങ്ങൾക്കും വിട്ടുതരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു സ്പേസ് ഞാൻ നിനക്ക് വിട്ടു തന്നിട്ടുണ്ട്, ആണോ, എന്നാ ഓക്കെ, ഞാൻ ഈ ഒരു സ്പേസ് നിങ്ങൾക്കും വിട്ടുതരാം. അപ്പൊ ഓക്കെ അല്ലേ, സെറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല്. ഈ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നേടിയെടുക്കുക. ഒരാളുടെ ഞാനിപ്പോ എന്താ പറയാ, എന്റെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത എന്നെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിക്കുക. അത് ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു അനാവശ്യമായിട്ട് ഒന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രസ്റ്റും കൂടെ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പോസസീവ്നെസ് നാച്ചുറലി ഉള്ളതാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. സൈക്കോളജിക്കലി ഉള്ളതാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഈവൻ നമുക്ക് ബിഹേവിയറിൽ ഉള്ളതാണെങ്കിലും അത് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും, അതിപ്പോ പേഴ്സണാലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല, നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാന് ഇവിടെയുള്ള ഇത്രയും ആളുകൾ എന്റെ ഇത് ശ്രവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒരു അറ്റൻഷൻ എനിക്ക് തരുന്നത് കൊണ്ടാണ്, അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്ന ഇത്രയും ആളുകൾ, ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ നിങ്ങളുടെ ഒരു അറ്റൻഷൻ എനിക്ക് തന്നു, നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും നിങ്ങളത് കേൾക്കുന്നതും. അപ്പൊ ഈ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു കൊടുക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. അതായത് ആര് പറഞ്ഞിട്ടും പുള്ളി കേൾക്കുന്നില്ല, ആര് പറഞ്ഞിട്ടും പുള്ളി അത് വകവെക്കുന്നില്ല, പുള്ളിയുടെ ഫാൾട്ടുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുള്ളി അത് അംഗീകരിക്കുന്നില്ല. ഇങ്ങനൊരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. അതിന് നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ ട്രൈ ചെയ്ത് നോക്കാം. ശ്രമങ്ങൾ മാത്രമായിരിക്കും, ചില ശ്രമങ്ങൾ വിജയിച്ചേക്കാം, ചില ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പിൽ പോസസീവ്നെസ് ഉണ്ടാകുന്നതിന്റെ ഒരു റിയാലിറ്റി. ഇങ്ങനെയാണ് പോസസീവ്നെസ് ഉണ്ടാകുന്നത്, ആൻഡ് ഇങ്ങനെയാണ് നമുക്ക് പോസസീവ്നെസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ പോസസീവ്നെസ്സിന് കുറെ റീസൺസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഏർലി എന്തല്ലോ ബ്രേക്കപ്പ്, എന്താണ് എന്താ രീതിയിലുള്ള സെപ്പറേഷൻ ഒക്കെ വന്നാലും അത് പിന്നീട് എന്താണ് ഒരു പോസസീവ്നെസ് ഒരു വ്യക്തിയിൽ വരാൻ അത് കാരണമാക്കില്ലേ? എങ്ങനെ മനസ്സിലായില്ല? പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഫേസ് പോയ ഒരു വ്യക്തിക്ക് പിന്നീടുള്ള ഒരു പിന്നീട് വരുന്ന മാരേജ് ആയാലും എന്തായാലും തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ, നമുക്ക് പാസ്റ്റ് ഇൻസിഡൻസ് വളരെയധികം സ്വാധീനിക്കും.
നമുക്ക് പാസ്റ്റിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ സെക്കൻഡ് മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, രണ്ടാമത്തെ കല്യാണം. അപ്പൊ ഈ സെക്കൻഡ് മാരേജിൽ ഫസ്റ്റത്തെ മാരേജിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ബ്രേക്ക് ആയതെങ്കിൽ, സെക്കൻഡ് മാരേജിലും അവരത് ശ്രദ്ധിക്കുകയും അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യും. അവരത് നോക്കും, അങ്ങനെയാണോ, ഇങ്ങനെയുണ്ടോ, അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ആ ഒരു പേടിയുണ്ടല്ലോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു 3 പെൺകുട്ടികളുള്ള ഒരു ഫാമിലിയിൽ മൂത്ത പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് പ്രശ്നമായിട്ട് ഡിവോഴ്സ് ആയിട്ട് വീട്ടിലിരിക്കുക. രണ്ടാമത്തെ പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവളത് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അവരത് നോക്കാൻ ശ്രമിക്കും. അങ്ങനെ ഉണ്ടാവോ, ആ ഒരു ചിന്ത വരും. ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവാം. നമുക്ക് ഒന്നൊരു പ്രശ്നം ഉള്ളതുപോലെ നമുക്ക് തോന്നാം, നമുക്ക് റിയലി പ്രശ്നം ഉണ്ടാവാം. എക്സാക്ട്ലി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ തോന്നാം. നമ്മളിപ്പോ ഇല്യൂഷൻ ഒക്കെ പറയാറുണ്ടല്ലോ, ഇല്യൂഷൻ ഒക്കെ പോലെ നമുക്ക് എന്താ പറയാ, അങ്ങനെ തോന്നുകയാണ്, അങ്ങനെ ചെയ്തു എന്നുള്ളത്. അത് ആ വ്യക്തിയല്ല. നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലിലുള്ള ഒരു പ്രോബ്ലം ഒന്നല്ലല്ലോ, കോമൺ ആയിട്ട് ആർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. ഇല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെ തോന്നാം. അതായത് അങ്ങനെയാണോ, ഇങ്ങനെ ഞാൻ കണ്ടല്ലോ, ഞാൻ ഇതേപോലെ കണ്ടല്ലോ, ഇങ്ങനെ ആരോ വിളിച്ചത് കണ്ടു, ആ പേര് ഇങ്ങനെയാ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും തോന്നാം. ഇത് നാച്ചുറലി സംഭവിക്കാവുന്നതാണ്. അവിടുത്തെ സൊല്യൂഷൻ ഇത് തന്നെയാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് സൊല്യൂഷൻ. ക്ലിയർ? ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ചാറ്റിൽ പറഞ്ഞേ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ വേറെ ആർക്കാണ് എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളത്, ചോദിച്ചോളൂ. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലേ? ചോദിക്കാൻ എന്തെങ്കിലും മടിയായിട്ടാണോ? ക്ലിയർ? ഓക്കെ ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണ്. അതെ അതെ, തീർച്ചയായും. കാരണം നമുക്ക് ചെറിയ ഒരു വലിയ ടോപ്പിക് തന്നെയാണിത്. ഞാനിതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞപ്പോ ഞാൻ ഒരു വായിച്ചു പോയതുപോലെയാണ് ഞാൻ ക്ലാസ് എടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമുക്കിപ്പോ 9:10 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഒരു 1 hourൽ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ പോയിന്റ്സും തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി ഇത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ്സിൽ നിങ്ങൾക്ക് ഒരുപാട് തിങ്ക് ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. നമ്മുടെ സറൗണ്ട്സിലോ നമ്മുടെ ചുറ്റുപാടിലോ ഇനി നമുക്ക് തന്നെ പൊസസീവ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതാ. എന്തൊരു പ്രശ്നത്തിന്റെയും ഫസ്റ്റത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, കാലിനൊരു പെയിൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ പെയിൻ ഉണ്ടാകുന്നു എന്നുള്ളത് എന്താ പറയാ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ സൊല്യൂഷന്റെ ജനനം. അതായത് സൊല്യൂഷന്റെ ആദ്യ പടി എന്ന് പറയുന്നത് അതിന്റെ ആ പ്രോബ്ലം ഫൈൻഡിങ് ആണ്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടിൽ എന്ത് പ്രോബ്ലം വരികയാണെങ്കിലും അതിന്റെ പ്രോബ്ലം എക്സാക്ട് ആയിട്ടുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സോൾവ് ചെയ്യുക. ആൻഡ് നമ്മൾ സംടൈംസ് നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ ചിലപ്പോൾ ഈഗോ എല്ലാം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു വലിയൊരു സൈക്കോളജി കൗൺസിലർ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അഹങ്കരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ചില പ്രോബ്ലംസിൽ മറ്റൊരാളുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമുക്ക് പറ്റണമെന്നില്ല. നമ്മൾ അവിടെ ചിലപ്പോൾ സ്റ്റക്ക് ആയി പോകും, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും, നമുക്ക് ആങ്സൈറ്റീസ് വരും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് പേഴ്സന്റെ സഹായം നമുക്ക് തേടാം. ഇനി നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു പ്രശ്നമാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പേഴ്സന്റെ ഒരു സഹായം അവിടെ തേടാം. അത് നമ്മുടെ ഒറ്റ സുഹൃത്തായിരിക്കാം, ഒരു കൗൺസിലർ ആയിരിക്കാം, ആരുമായിരിക്കാം. ഓക്കെ, അവിടെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിലും അത് വളരെ ക്ലിയർ ആണ്. ഒരുപാട് ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്, കണ്ടതിൽ. ഓക്കെ, ഒരു പരിധിവരെ എല്ലാവരിലും പോസിറ്റീവ്നെസ്
ഉണ്ടാകില്ലേ? ഓക്കെ. അതെ. ഒരു പരിധിവരെ എല്ലാവരിലും പോസിറ്റീവ്. ഇതിപ്പോ ഏത് പേഴ്സണാലിറ്റിനെ പറയുകയാണെങ്കിലും എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും അയാൾക്കൊരു പോസിറ്റീവ് ഉണ്ടാവും. അതിപ്പോ എന്താ പറയാ, ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അയാൾ ടോട്ടലി നെഗറ്റീവ് ആണെന്നൊന്നും അല്ല. പോസിറ്റീവ്സ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയുക, അതിനെ അംഗീകരിക്കുക. ഓക്കെ. അപ്പൊ എനിവേ എല്ലാവർക്കും ക്ലാസ് ശ്രവിച്ചതിൽ നന്ദി. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ പുതിയൊരു സെഷനായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് സർ. ഈ 1 അവറിൽ സർ ലളിതമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. പോസസീവ്നെസ് എന്താണ്, ടൈപ്സ് എന്താണ്, റീസൺസ് എന്താണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഡീറ്റെയിലിംഗ് വേണ്ട ഒരു ടോപ്പിക്കാണ്. യെസ്. വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്. താങ്ക് യു സോ അതെ മച്ച് സർ. തീർച്ചയായും. താങ്ക് യു. Thank you, sir. ഓക്കെ, താങ്ക് യു.